1982 ജനുവരി 29 ആ പ്രഭാതം സ്പെയിനിലെ കാനറി ദ്വീപ് സമൂഹത്തിലെ എൽ ഹിയറോ ദ്വീപിനൊരു സാധാരണ ദിവസമായിരുന്നില്ല. പഴയകാല ഭൂപടങ്ങളിൽ ലോകത്തിന്റെ അറ്റമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന, അറിയപ്പെടുന്ന ലോകത്തിന്റെ അതിരായി കണക്കാക്കിയിരുന്ന ആ ദ്വീപിന്റെ തീരത്ത് ഒരു കൂട്ടം മനുഷ്യർ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ ഒറ്റയ്ക്കൊരു മഹാസമുദ്രം കീഴടക്കാൻ പോകുന്ന ഒരു മനുഷ്യനിലും അയാളുടെ ചെറിയ പായ്സഞ്ചിയിലുമായിരുന്നു. സ്റ്റീവൻ കല്ലഹന്റെ കണ്ണുകളിൽ പക്ഷേ ഭയത്തിന്റെ കണിക പോലുമില്ലായിരുന്നു. പകരം ഒരു വലിയ സ്വപ്നം പൂവണിയുന്നതിന്റെ ആവേശവും ആത്മവിശ്വാസത്തിന്റെ പ്രഭയും നിറഞ്ഞിരുന്നു. സ്വന്തം കൈകളാൽ പിറന്ന വെറും 6.5 മീറ്റർ നീളമുള്ള നെപ്പോളിയൻ സോളോ എന്ന പായ് വഞ്ചി ഒരു കളിപ്പാട്ടം പോലെ തിരകളിൽ ചാഞ്ചാടി. സഹനാവികരുടെ ആശംസകൾ ഏറ്റുവാങ്ങി. പ്രതീക്ഷയുടെ പായ്ക്കാറ്റിൽ നിറച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അനന്തതയിലേക്ക് ആ സാഹസികൻ ഏകനായി യാത്ര പുറപ്പെട്ടു. സ്റ്റീവൻ കല്ലഹൻ കേവലം ഒരു സാഹസികൻ മാത്രമായിരുന്നില്ല, മറിച്ച് കടലിനെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള ഒരു വിദഗ്ധൻ കൂടിയായിരുന്നു. 1952 അമേരിക്കയിലെ ന്യൂ ഹാംഷെയറിൽ ജനിച്ച സ്റ്റീവൻ ചെറുപ്പം മുതലേ കപ്പലുകളോടും കടലിനോടും വലിയ താല്പര്യം കാണിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പ്രൊഫസർമാരായിരുന്നു. അറിവ് നേടുന്നതിനും സ്വന്തം പാത കണ്ടെത്താനും അവർ അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകി. മസാച്യൂസെറ്റ്സിലെ ഒരു സർവകലാശാലയിൽ നിന്ന് തത്വചിന്തയിൽ ബിരുദം നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അഭിനിവേശം കപ്പലുകളുടെ രൂപകൽപ്പനയിലായിരുന്നു. അതിനാൽ കപ്പൽ നിർമ്മാണത്തിലും നേവൽ ആർക്കിടെക്ചറിലും അദ്ദേഹം വൈദഗ്ധ്യം നേടി. സ്വന്തമായി ഒരു ഡിസൈനിംഗ് സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം ലോകോത്തര നിലവാരമുള്ള നിരവധി ബോട്ടുകളുടെ രൂപകൽപ്പനയിൽ പങ്കാളിയായി. കടലിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ഒരു ഡിസൈനർ എന്നതിലുപരി പ്രഗത്ഭനായ ഒരു നാവികനായി സ്വന്തം പരിശീലിക്കുകയും ചെയ്ത അദ്ദേഹം സിദ്ധാന്തവും പ്രയോഗവും ഒരുപോലെ വശമുള്ള വ്യക്തിയായിരുന്നു. ഈ അറിവും അനുഭവ സമ്പത്തുമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഒറ്റയ്ക്ക് മുറിച്ചു കടക്കുക എന്ന കഠിനമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയത്. എൽ ഹിയറോ ദ്വീപിന്റെ തീരം വിട്ട് ഒരാഴ്ചയോളം സ്റ്റീവൻ യാത്ര ഒരു സ്വപ്നം പോലെയായിരുന്നു. നീലാകാശവും ശാന്തമായ കടലും അയാളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. തന്റെ പ്രിയപ്പെട്ട നെപ്പോളിയൻ സോളോയിൽ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി അയാൾ അറ്റ്ലാന്റിക്കിന്റെ ഹൃദയത്തിലേക്ക് നീങ്ങി. ഓരോ നിമിഷവും അയാൾ ആ ഏകാന്തതയും സ്വാതന്ത്ര്യത്തെയും ആസ്വദിച്ചു. എന്നാൽ 7-ാം നാൾ ഫെബ്രുവരി 4 ആ സ്വപ്നങ്ങളെല്ലാം ഒരു നടുക്കുന്ന ശബ്ദത്തോടെ തകർന്നു വീണു. ഗാഢനിദ്രയിലായിരുന്ന സ്റ്റീവൻ ഒരു പർവ്വതത്തിൽ ഇടിച്ചതുപോലെയുള്ള ഭീകരമായ അഗാധത്തിൽ ഞെട്ടിയുണർന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുമ്പേ തണുത്ത ജലം വഞ്ചിയിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ ഒരു കൂറ്റം തിമിംഗലമാണ് തന്റെ വഞ്ചിയിൽ ഇടിച്ചതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വഞ്ചിയുടെ അടിഭാഗത്ത് വലിയൊരു ദ്വാരം വീണിരുന്നു. തന്റെ സ്വപ്നവും കഠിനാധ്വാനവും ഒരുപോലെ മുങ്ങിത്താഴുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. മരണവെപ്രാളത്തിനിടയിലും മനസാന്നിധ്യം കൈവിടാതെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ, ഒരു സ്ലീപ്പിംഗ് ബാഗ്, അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഭക്ഷണവും വെള്ളവും അടങ്ങിയ ഒരു കിറ്റ്, ഒരു സ്പിയർ ഗൺ എന്നിവയുമായി അയാൾ തന്റെ 5 അടി മാത്രം വലിപ്പമുള്ള റബ്ബർ ലൈഫ് റാഫ്റ്റിലേക്ക് എടുത്തു ചാടി. തൊട്ടു പിന്നാലെ നെപ്പോളിയൻ സോളോ അവസാനമായി ഒന്നുയർന്നു പൊങ്ങി. അത്ലറ്റിക്കിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് എന്നേക്കുമായി മറഞ്ഞു. അവിടെ ആ മഹാസമുദ്രത്തിന്റെ നടുവിൽ സ്റ്റീവൻ കല്ലഹൻ തികച്ചും ഏകനായി. അയാളുടെ പുതിയ ലോകം ആ ചെറിയ റബ്ബർ റാഫ്റ്റായിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ഭയത്തിലും നിരാശയിലുമായിരുന്നു കടന്നുപോയത്. എന്നാൽ തളർന്നിരുന്നാൽ മരണം ഉറപ്പാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ അതിജീവന പോരാട്ടത്തിന് തുടക്കമായി. കയ്യിലുണ്ടായിരുന്ന പരിമിതമായ ഭക്ഷണം ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന സ്പിയർ ഗൺ ഉപയോഗിച്ച് ഡൊറാഡോ പോലുള്ള വലിയ മത്സ്യങ്ങളെ വേട്ടയാടി പിടിച്ച് പച്ചയ്ക്ക് തിന്നാണ് അയാൾ വിശപ്പടക്കിയത്. സോളാർ സ്റ്റിലുകൾ എന്ന ചെറിയ ഉപകരണം ഉപയോഗിച്ച് കടൽ വെള്ളം ശുദ്ധീകരിച്ച് തുള്ളി തുള്ളിയായി ജീവൻ നിലനിർത്തി. ശക്തമായ കൊടുങ്കാറ്റുകൾ റാഫ്റ്റിനെ ആടിയുലച്ചു. കൂറ്റൻ തിരമാലകൾ അതിനെ കീഴ്മേൽ മറിക്കാൻ ശ്രമിച്ചു. രാത്രിയിലെ കൊടും തണുപ്പും പകൽ സമയത്തെ കത്തുന്ന വെയിലും അയാളെ തളർത്തി. ഉപ്പുവെള്ളം കൊണ്ട് ശരീരം മുഴുവൻ വ്രണങ്ങൾ രൂപപ്പെട്ടു. റാഫ്റ്റിന് ചുറ്റും വട്ടമിട്ടു നടന്ന സ്രാവുകൾ നിരന്തരമായ ഭീഷണിയായി. ശാരീരിക പീഡനങ്ങളെക്കാൾ വലുത് മാനസിക പോരാട്ടമായിരുന്നു. പലപ്പോഴും നിരാശ ഒരു ഇരുണ്ട തിരമാല പോലെ അയാളെ വിഴുങ്ങാൻ വന്നു.
ദൂരെയായി 9ഓളം കപ്പലുകൾ കണ്ടെങ്കിലും ആരും ആ ചെറിയ റാഫ്റ്റിനെ ശ്രദ്ധിച്ചില്ല. ഓരോ തവണയും പ്രതീക്ഷയുടെ ആ കപ്പലുകൾ അകന്നു പോകുമ്പോൾ അയാളുടെ ഹൃദയം തകർന്നു. എന്നിട്ടും ഓരോ ദിവസവും അയാൾ തന്റെ ലോഗ് ബുക്കിൽ കുറിപ്പുകൾ എഴുതി. നക്ഷത്രങ്ങളെ നോക്കി ദിശ മനസ്സിലാക്കി മനസ്സിനെ സജീവമാക്കി നിർത്തി. ദിവസങ്ങൾ ആഴ്ചകളാക്കി. അയാളുടെ ശരീരം ക്ഷയിച്ചു. ഭാരം 1/3 കുറഞ്ഞു. ബോധത്തിനും അബോധത്തിനും ഇടയിലൂടെ ഒഴുകി നീങ്ങിയ ആ നാളുകളിൽ 76ാമത്തെ ദിവസം 1982 ഏപ്രിൽ 20 അയാൾ തീരദേശത്ത് കാണുന്ന തരം പക്ഷികളെ കണ്ടു തുടങ്ങി. അതൊരു പ്രതീക്ഷയുടെ കിരണമായിരുന്നു. അടുത്ത ദിവസം ഏപ്രിൽ 21 ക്ഷീണിച്ച് അവശനായി റാഫ്റ്റിൽ കിടക്കുമ്പോൾ ദൂരെ ഒരു ബോട്ട് അയാൾ കണ്ടു. അതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അയാൾക്ക് തിരിച്ചറിയാനായില്ല. സർവശക്തിയുമെടുത്ത് അയാൾ ഒരു ഫ്ലയർ കത്തിച്ചു. അത് കണ്ട് കരീബിയൻ ദ്വീപായ ഗാഡാലൂപ്പിന് സമീപം മീൻ പിടിക്കുകയായിരുന്ന 3 മീൻപിടുത്തക്കാർ ആ കാഴ്ച കണ്ടു. അവർ അതിവേഗം ബോട്ടടുപ്പിച്ചു. എല്ലും തോലുമായി ഉണങ്ങിയ ചുണ്ടുകളോടെ സംസാരിക്കാൻ പോലും ആവാതെ കിടന്ന സ്റ്റീവനെ കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവർ സ്നേഹത്തോടെ അയാളെ ബോട്ടിലേക്ക് കയറ്റി. വെള്ളവും പഴച്ചാറും നൽകി. 76 ദിവസങ്ങൾക്ക് ശേഷം മനുഷ്യന്റെ സ്നേഹവും പരിചരണവും അനുഭവിച്ചറിഞ്ഞപ്പോൾ സ്റ്റീവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏകദേശം 2900 കിലോമീറ്ററോളം ദൂരം ആ ചെറിയ റാഫ്റ്റിൽ ഒഴുകി നീങ്ങിയാണ് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. 76ാമത്തെ ആ നരകയാതന സ്റ്റീവന്റെ ശരീരം തളർത്തിയെങ്കിലും അയാളുടെ ആത്മാവിനെ അത് കൂടുതൽ കരുത്തുറ്റതാക്കി. ജീവിതം എന്ന കടലിൽ കൊടുങ്കാറ്റുകൾ എപ്പോഴും ഉണ്ടാകാം. നമ്മുടെ കപ്പലുകൾ തകർന്നേക്കാം. പക്ഷേ പ്രതീക്ഷയുടെ ഒരു ചെറിയ റാഫ്റ്റ് എവിടെയെങ്കിലും ബാക്കിയുണ്ടാകും. അതിനെ മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെ പോരാടുക എന്നതാണ് സ്റ്റീവൻ കല്ലഹന്റെ കഥ ലോകത്തിനു നൽകിയ വലിയ സന്ദേശം.